നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അദാനിയുടെ ടോപ്കോൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്കോൺ പാനലിലെ ഒരു ഇഷ്യൂ നമുക്ക് വന്നു. അപ്പോൾ അത് അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വട്ടം വന്ന് 2-3 വട്ടമായിട്ട് അദാനിക്ക് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് കംപ്ലയിൻറ്റ് ഫിക്സ് ചെയ്ത് മീൻസ് നേരെ കംപ്ലയിൻറ്റ് അവരെന്താണെന്ന് ട്രേസ് ഔട്ട് ചെയ്തു. ഇതിൽ 3 ജംഗ്ഷനാണ് വരുന്നത്. 3 ജംഗ്ഷനിൽ 1, 2, 3, 4, 5, 6 സോൾഡറിങ് സെക്ഷൻസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ജംഗ്ഷനിൽ വോൾട്ടേജ് ഇല്ലാണ്ട് പാനൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല, പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം, ഇതൊരു മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റം ആയതുകൊണ്ടാണ് ഈ ഒരു പാനൽ ലോ പ്രൊഡ്യൂസിങ് ആണെന്ന് മനസ്സിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രിങ് ഇൻവെർട്ടർ വെച്ച കസ്റ്റമർക്ക് ഒരിക്കലും ഇത് മനസ്സിലാകാൻ പോകുന്നില്ല ഇവിടെ ഒരു ലോ പ്രൊഡക്ഷൻ ഉണ്ടെന്ന്. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു പാനൽ ഇല്ലാണ്ട് തന്നെ പെർ കിലോ വാട്ട് 4.5 യൂണിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഒരിക്കലും ഈ ഒരു പാനലിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടും അത്ര കിട്ടുന്നതുകൊണ്ട് കസ്റ്റമർക്ക് ഒരിക്കലും അറിയില്ല ഈ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മൈക്രോ ഇൻവെർട്ടർ സജസ്റ്റ് ചെയ്യുന്നത്, മൈക്രോ ഇൻവെർട്ടർ ഇൻസ്റ്റലേഷൻസ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അദാനി നമുക്ക് എന്താ പറയുക, കംപ്ലയിൻ്റ് എന്താണെന്ന് നമ്മൾ വിളിച്ച് അവർ നമുക്ക് അയച്ചു തന്നേക്കണത്, നമ്മൾ ബിസ്ലറിയുടെ വെള്ളം ബോട്ടിലുണ്ടല്ലോ അതിലവർ ഗ്ലൂ ഇങ്ങനെ അതേമാതിരി ഈ ഒരു ലെവലിലാണ് അവർ പശ അയച്ചു തന്നേക്കണത്. ഈ പശ നമ്മളവിടെ തന്നെ ഈ ജംഗ്ഷൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിലത്തെ സോൾഡറിങ്, ഈ ഒരു സോൾഡറിങ് നമുക്ക് ജസ്റ്റ് കാട്ടിത്തരാം നിങ്ങൾക്ക്. ഈ സോൾഡറിങ് വിട്ട് പോയതാണ്. അപ്പോൾ ഈ ജംഗ്ഷനിലെ പ്രൊഡക്ഷൻ വളരെ ലോ ആയിട്ട് പോയതാണ് സംഭവം. ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക പ്രൊഡക്ഷൻ പോയതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഈ ഒരു ജംഗ്ഷൻ നമ്മളടുത്ത് തന്നെ കസ്റ്റമർ ഇൻസ്റ്റാളറുടെ അടുത്ത് തന്നെ സോൾഡർ ചെയ്തിട്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ വാറണ്ടി എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, പാനലിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, പ്രൊഡക്ഷൻ വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കി, കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നോക്കിയപ്പോൾ പ്രൊഡക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അവരുടെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീഡിയോ കോളിൽ ചെയ്തിട്ട് അവർക്കിത് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ പറഞ്ഞ റേഷ്യോയിൽ ഈ പശ അവർ വെള്ളം ബോട്ടിൽ നിറച്ച് തന്നിട്ടുള്ള പശ നമ്മളിതിൽ ഗ്ലൂ ചെയ്തിട്ട് നമുക്കത് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കാര്യമുള്ളത്. ഇപ്പോൾ അദാനിയുടെ പാനൽ ഇത് സബ്സിഡിയിൽ വരുന്ന പാനലാണ്, DCR പാനലുകളാണ്. ഇതിൻ്റെ ഒരു സബ്സിഡിയിൽ വരുന്ന പാനലായതുകൊണ്ട് ആവാം മേ ബി ഇവരുടെ ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ ടെസ്റ്റിംഗ് ലെവല് QC പാസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വാളിറ്റി ചെക്ക് സ്റ്റിക്കർ കൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ആ ടെസ്റ്റിംഗ് ലെവലിൽ വരുമ്പോൾ അവർ അതിന് അത്രയും കെയർ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് അവർ ഇതിൻ്റെ ഫുൾ നമ്മളിതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലായിട്ട് നെക്സ്റ്റ് ഇതിലായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സോൾഡർ ചെയ്തിട്ട് ഈ പശ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. ഓക്കെ.